നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 29. മനമലർ കൊയ്തു മഹേശ പൂജ ചെയ്യും മനുജന് മറ്റൊരു വേല ചെയ്തിടേണ്ട. വനമലർ കൊയ്തു മതല്ലയായിൽ മായാമനുവുരു വിട്ടുമിരിക്കിൽ മായ മാറും. മിക്ക ആളുകൾക്കും ലോകം അകവും പുറവുമായി പിരിഞ്ഞു നിൽക്കുന്നു. അകത്തെ ലോകം സങ്കല്പ വികൽപ്പങ്ങൾ കൊണ്ട് നിറയുന്നു. വാസന കൊണ്ട് പ്രേരിതമായ മനസ്സ് ഇന്ദ്രിയങ്ങൾ വഴി പുറത്തേക്ക് വരുമ്പോൾ കർമ്മങ്ങൾക്കായി വെമ്പുന്നു. മനസ്സ് വാസനകളുടെ വിളഭൂമിയാണ്. എത്ര പ്രാവശ്യം അതിനെ ശാന്തമാക്കി വെച്ചാലും പിന്നെയും മഴ കഴിയുമ്പോൾ പുല്ലു കുരുക്കുന്നത് പോലെ വാസനകൾ പൊട്ടി വിടർന്നുകൊണ്ട് തന്നെയിരിക്കും. നമ്മുടെ യഥാർത്ഥ സ്വരൂപം സച്ചിദാനന്ദമാണെന്ന് പിന്നെയും മറന്നു പോകുന്നു. മിക്ക ആളുകളും ഇന്ദ്രിയാരാമന്മാരായി വിഷയങ്ങളിൽ ഭ്രമിച്ചു തന്നെ കഴിയുന്നു. മായാവള്ളി വന്ന് പടർന്ന് പൂത്ത് പന്തലിച്ചു കിടക്കുന്നതിൽ കൗതുകം മൂത്തിരിക്കുമ്പോൾ ജീവിതോദ്ദേശം മറന്നു പോകുന്നു. ചിന്മാത്രമായ ആത്മാവിൻ്റെ അളവില്ലാത്ത പ്രകാശം ഉള്ളിലിരുന്നിട്ടും ഇരുളിലിരുന്ന് വല്ലപ്പോഴും ഒന്ന് മിന്നുന്ന ഒരു പൊരിയായിട്ട് പോലും പലർക്കും കാണുവാൻ കഴിയുന്നില്ല. അഥവാ അതിനെ വല്ലപ്പോഴും അറിയുന്നെങ്കിൽ തന്നെ അതിനെ അഹംബുദ്ധിയുടെ മൂടുപടം അണിയിച്ചിരിക്കുന്നത് കൊണ്ട് ഗുണത്രയങ്ങൾ ഉണ്ടാക്കുന്ന നവരസങ്ങളുടെ കൂത്തരങ്ങു കണ്ട് അതിൽ ഭ്രമിച്ചു നിന്നു പോകുന്നു. അഹംബുദ്ധിയോടുകൂടി ഏതൊരു ശരീരത്തിലാണോ തൂങ്ങിപ്പിടിച്ചു കിടക്കുന്നത് അത് പഴകിയും ജീർണിച്ചും അവസാനം നിരുപയോഗമായി മരണത്തിൽ കൊണ്ടെത്തിക്കുന്നു. ആത്മലാഭമിച്ഛിച്ച് ആ മാർഗത്തിലേക്ക് ഇറങ്ങുന്നവരും ബാഹ്യമോടിയിൽ ഭ്രമിച്ച് അബദ്ധസഞ്ചാരികളായി പോകുന്നു. അറിവ് അപരപ്രകൃതിക്കധീനമായാൽ ആരും വിലപിച്ചു പോകും. ആത്മജ്ഞാനം സങ്കോചിച്ചിരിക്കുമ്പോൾ ജീവിതം ഒരു മണലാരണ്യം പോലെ ശൂന്യമായി തോന്നും. അവിടവിടെ മായാമോഹങ്ങൾ ഉണ്ടാക്കുന്ന മരുപ്പച്ചകളും മരീചികളും കണ്ടെന്നു വരാം. അജ്ഞത കൊണ്ട് വാസനാവൃത്തികളുടെ പരിപൂരണമാണ് ജീവിതമെന്ന് തെറ്റിദ്ധരിക്കുന്നവർ കുറവല്ല. താളം പിഴച്ച് ദുഃഖത്തിൽ നിന്നും ദുഃഖത്തിലേക്ക് പോകുമ്പോൾ അത് വിധിയാണെന്ന് പറഞ്ഞ് സമാധാനിക്കാൻ ശ്രമിക്കുന്നു. വാസനയുടെ വൈവിധ്യമനുസരിച്ച് വ്യക്തികളുടെ പ്രിയ വിഷയങ്ങൾക്ക് ഐകരൂപ്യമില്ലാത്തതിനാൽ കലഹങ്ങൾ വർദ്ധിക്കുന്നു. ഇങ്ങനെയുള്ള മഹാമായയിൽ നിന്നും നിവർത്തിക്കാനുള്ള മാർഗം എന്താണ്? ഗുരു ഇവിടെ അതിന് 3 ഉപായങ്ങൾ ഉപദേശിക്കുന്നു. ജീവിതത്തെ ഒരു അർച്ചനയായി കരുതാം. നിമിഷം പ്രതി മനസ്സിൽ മൊട്ടിട്ടു വരുന്ന എല്ലാ ചിത്തവൃത്തികളെയും സർവേശ്വരന്റെ പാദകമലങ്ങളിൽ അർപ്പിച്ച് എല്ലാം നീയേ എന്ന അർപ്പണ ബുദ്ധിയോടുകൂടി ബോധത്തിൻ്റെ ശ്രീകോവിലിൽ ആത്മജ്യോതിസായി വിളങ്ങുന്ന അറിവിനെ തന്നെ മഹേശ്വരനായി എണ്ണി ആത്മപൂജ ചെയ്യാം. ഇനിയും ഒരു മാർഗമുണ്ട്. അക്ഷരാർത്ഥത്തിൽ തന്നെ ഒരു ഉപാസകനാവുക. അതാണ് ശ്രീരാമകൃഷ്ണൻ ചെയ്തത്. കാട്ടുപൂക്കൾ ഇറുത്തു കൊണ്ടുവന്ന് ഈശ്വര പ്രതീകത്തിൽ പുഷ്പാർച്ചന നടത്തി ഒരു യഥാർത്ഥ ഭക്തന്റെ പാരസ്പര്യം വളർത്തിയെടുക്കാം. അത് വിഗ്രഹ ആരാധനയാണെന്ന് പരിഹാസം പറയുന്നവർ കാണും. അദൃഷ്ടവും അപൂർവവുമായ സത്യത്തെ വിശേഷ രൂപത്തിൽ ഗ്രഹിക്കുവാൻ സഹായിക്കുന്ന ഉപാധി
വിഗ്രഹം തന്നെ, അതിന് സംശയമില്ല. ഭാഷയും വിഗ്രഹമാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇതും പോരെങ്കിൽ മൂന്നാമതൊരു മാർഗം പറയുന്നു. എല്ലാ നാമരൂപങ്ങളെയും ഏകത്വബോധത്തിലേക്ക് കൊണ്ടുവരുന്നതായ മഹാമന്ത്രങ്ങളെയോ മഹാവാക്യങ്ങളെയോ പവിത്രമായ ഗുരുവാണിയെയോ സർവദാ സ്മരിച്ച് അതുളവാക്കുന്ന നിർവൃതിയിൽ ലീനചിത്തരായി കഴിയാം. അങ്ങനെയായാൽ മായ മാറും.